നമസ്കാരം, ലൈഫ് കെയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ നിഖിൽ കുര്യനാണ്. സർ, സ്വാഗതം. സർ, സന്ധി രോഗങ്ങൾ ഇപ്പം കൂടുതലായി കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? ഇതിപ്പം ഓരോ പ്രായം വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുക. ഇപ്പം കുട്ടികളിലാണെങ്കിൽ കൂടുതലും കാണുന്നത് ഈ വളർച്ച സംബന്ധമായ പ്രശ്നങ്ങളാണ്. ചിലർക്ക് ഈ പല കാരണങ്ങളുണ്ട്, പോഷക പ്രശ്നങ്ങളും വേറെ വല്ല അസുഖങ്ങളുടെ കാരണമായും നമ്മുടെ അവയവങ്ങൾ മുട്ടിൻ്റെ കാലിൻ്റെയും കൈൻ്റെയും ഒക്കെ വളർച്ചയിൽ ചില വേരിയേഷൻസ് വരാറുണ്ട്. അപ്പം വളവ് അല്ലെങ്കിൽ ഉള്ളോട്ട് തിരിച്ചിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതലും പിള്ളേരുടെ കാണുന്നത്. പിന്നെ പിള്ളേരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും മറിഞ്ഞു വീഴുമ്പം അത് വീണിട്ട് അടിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ ആകുമ്പോൾ നല്ലോണം അങ്ങനത്തെ കേസുകൾ കൂടാറുണ്ട്. മഴക്കാലത്തും ഈ തന്നെ വീഴുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കൂടാറുണ്ട്. പക്ഷേ അപകടങ്ങളൊക്കെ വിട്ടാലും അല്ലാതെയുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ കാലിന് പലർക്കും മുട്ടിൻ്റെ വളവുണ്ട്, കാലിന് വളവുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറേ വരാറുണ്ട്. പിന്നെ ചിലർക്ക് പൊക്കം വെക്കുന്നില്ല, അത് പക്ഷേ നമ്മുടെ അടുത്തും വരും, പീഡിയാട്രീഷ്യൻ്റെ അടുത്തും പോകും. പിന്നെ എന്താ പറയുക, കൈകളിലൊക്കെ വിരൽ ചിലപ്പം പിന്നെ ചിലർക്ക് ജോയിൻറ്റുകൾ കുറച്ച് ചെറിയ വളവ് പോലെ വരുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരിൽ ആ ഒരു ചെറിയ പ്രായം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അങ്ങനെ വലിയ രോഗങ്ങൾ എന്ന് പറയാൻ മാത്രം വലിയ പ്രശ്നം വരാറില്ല. കൂടുതലും അപകട സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഒരു 30-40 വരെ അത്തരം രോഗങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ, അപൂർവമായിട്ട് വരെ വന്നെങ്കിലും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാവരുടെയും ആരോഗ്യം കുറയുന്നതിൻ്റെ ഭാഗമായി ഈ തേയ്മാനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ വേറെ ഇപ്പം വാതസംബന്ധമായ രോഗങ്ങൾ വേറെ വരാം, പിന്നെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം, പിന്നെ ഞരമ്പിൻ്റെ പ്രശ്നങ്ങളായിട്ട് തരിപ്പ്, പുകച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് വരുന്നത് സാധാരണ ഗതിയിൽ കൂടുതലും. മുട്ടുവേദനയും പുറം വേദനയും ഒഴിവാക്കാൻ വേണ്ടി നോർമലി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുട്ടുവേദനയും നടുവേദനയും തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാനല്ല വേണ്ടത്. നമുക്കൊരു 30 അല്ലെങ്കിൽ 40 ആകുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. ഇത് വരാനുള്ള അവസരം കൊടുക്കാതിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മളൊരു 30 കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 35 കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡയറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും, എൻ്റെ ഉൾപ്പെടെ, ഫുഡ് ഭയങ്കര കുറവാണ്. ജങ്ക് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് പലപ്പോഴും. പിന്നെ ലൈഫ് സ്റ്റൈലാണെങ്കിൽ ആവശ്യത്തിന് ഫിസിക്കൽ എക്സസൈസ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകണമെന്ന് വെച്ചാൽ തന്നെ സമയം കിട്ടാറില്ല. അപ്പോൾ അത്തരം കുഴപ്പമുണ്ടായതുകൊണ്ട് നമ്മളുടെ ഫുഡും തന്നെ മോശമാണ്, അല്ലാതെയുള്ള ഫിസിക്കലായിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ എല്ലാവരുടെയും മസിലുകളുടെയും ബലം ആ സമയം മുതലേ കുറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വേദന എന്ന രീതിയിൽ എത്തുന്നത് പലപ്പോഴും ഒരു 35 അല്ല, ഒരു 45 അല്ലെങ്കിൽ 50 ഇയേഴ്സ് ആയിട്ടായിരിക്കും. അതിൻ്റെ അർത്ഥം തേയ്മാനം അപ്പം ഒന്നുമല്ല. തേയ്മാനം 35 വയസ്സുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തേഞ്ഞ് കഴിഞ്ഞ് ഒരു 20-30% തേഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വേദന വരാം. മനസ്സിലായോ? അപ്പം ഈ ഒരു പ്രായം പോലെ ശ്രദ്ധിച്ചു പോകണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ അത് പലരും അത് നോക്കാറില്ല, വേറെ ഒന്നും നോക്കാറുള്ളൂ. അപ്പോഴത്തേനും ഈ വേദന വരുമ്പോഴത്തേനും നമ്മുടെ ഇറച്ചികളുടെ ഒരു 25-30% ഓൾറെഡി തേഞ്ഞിട്ടുണ്ടാവും. അത് വന്നു കഴിഞ്ഞിട്ട് നോക്കാനുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അപ്പം നല്ല കാര്യമായിട്ട് അഗ്രസീവായിട്ട് ഫോളോ ചെയ്യണം. ഫസ്റ്റ് സാറ് വരാണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അധികം ആൾക്കാരും ജിമ്മിലേക്ക് പോകുന്നുണ്ട് വർക്കൗട്ടിന്, ചിലർ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ജിമ്മിലെ വർക്കൗട്ട് ഓവറായിട്ട് ചെയ്യുമ്പം അസ്ഥികൾക്ക് ബുദ്ധിമുട്ട് വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ് ബെറ്റർ? അല്ല, അത് ബെറ്റർ ആണ് എന്നല്ല. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഒരു ജിമ്മിൽ പോകാൻ പറ്റാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു 3 നടന്നാൽ തന്നെ ഒരാഴ്ച എല്ലാ ദിവസവും, അതിന് വേണ്ട, ഒരു 5 ദിവസം 4 കിലോമീറ്റർ നടന്നാൽ തന്നെ നമുക്ക് വേണ്ട എക്സസൈസ്, ഒരു മിനിമം എക്സസൈസ് എങ്കിലും ആയി ഓൾറെഡി. ഇപ്പം ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും നടക്കുന്ന കാര്യം, ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ സമയം കിട്ടത്തില്ല. അപ്പം ജിമ്മിൽ പോയിട്ട് വേദന കൂടുന്നതിന് വേറെ കാരണം ബേസിക്കലി 2 കാര്യങ്ങളാണ്. നമ്മൾ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്യത്തില്ല. പക്ഷെ അതേസമയം എനിക്ക് ഒരു മാസം കൊണ്ട് 6 പാക്ക് വേണം എന്ന് വിചാരിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും താങ്ങില്ല. അങ്ങനെ അഗ്രസീവായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പെയിൻ വരാം. അത് ചെയ്യരുത്. അതിൻ്റെതായ ഒരു സിസ്റ്റം വേണം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട ജിമ്മിലെല്ലാം ട്രെയിനർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അണ്ടറിൽ പോവുകയാണെങ്കിൽ പ്രശ്നം വരേണ്ടതല്ല. ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളൊരു എക്സസൈസ് വേണം. അതിപ്പോൾ യോഗ പോലത്തെ കാര്യങ്ങളാവാം, വീട്ടിൽ നിന്ന് തന്നെയുള്ള ഇതിൽ എക്സസൈസുകളാവാം, അല്ലെങ്കിൽ ഒരു നല്ല ട്രാഫിക്കില്ലാത്ത വഴിയുണ്ടെങ്കിൽ അങ്ങനെ നടക്കാൻ പോവാം.
അല്ലെങ്കിൽ മിറ്റം ഉണ്ടെങ്കിൽ വീടിന് ചുറ്റും 50 പ്രദക്ഷിണം നടക്കാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ നോർമലി ആൾക്കാർ യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ. അത് ഇതിനെ മോശമായ രീതിയിൽ ബാധിക്കുമോ നമ്മളില്ലേ? അതാ പറയാം, നമ്മുടെ ബോഡിക്ക് താങ്ങാത്ത സംഭവം ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്ത് തുടങ്ങാത്ത ഒരാള് അല്ല, ഇത്രയും കാലം നമ്മളിപ്പം നമ്മുടെ ആക്ടിവിറ്റി ലെവൽ പോലെയാണ്. ഇപ്പം നല്ലോണം ഇതുവരെ ഇത്രയും കാലം ഒരു 500 മീറ്റർ നടക്കുവാണെങ്കിൽ ക്ഷീണം വരുന്ന ഒരാള് യൂട്യൂബ് നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പം ഏറ്റവും കഠിനമുള്ള സംഭവം ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് മസിൽ ഇഞ്ചുറി തന്നെ വരാം, വീഴ്ച വരാം, മസിൽ ഇഞ്ചുറി വരാം. അത് നെഗറ്റീവിനേക്കാളല്ല പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് ഫലം ഉണ്ടാക്കുക. പക്ഷെ എന്താ പറയുക, നമ്മളൊരു ആദ്യം തുടക്കക്കാർക്ക് കൊണ്ട് എക്സസൈസ് മാത്രം നോക്കി ചെയ്യാൻ കുഴപ്പം വരേണ്ടതല്ല. മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ ഭയങ്കര അഗ്രസീവ് നോക്കായിരുന്നു മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാരും IT ഫീൽഡ് അങ്ങനെയൊക്കെ ആയി ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബാക്ക് പെയിന് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ പറയാ ഈ ഭയങ്കര കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന, വെയിറ്റ് പൊക്കുന്ന, കല്ല് പൊക്കുന്ന, അല്ലെങ്കിൽ തടിയൊക്കെ പൊക്കുന്ന, അങ്ങനത്തെ ഒരു കുനിയുന്ന പണി, അങ്ങനത്തെ. പക്ഷെ അത് മാത്രമല്ല, അത് ഉറപ്പായിട്ടും വരും. പക്ഷെ അവർക്ക് നമ്മൾ വിചാരിക്കുന്നില്ല, അവർക്ക് ആക്ച്വലി കുറേ എക്സസൈസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന IT കാരൻ അല്ലെങ്കിൽ ബാങ്കിലെ ജോലിക്കാരനേക്കാളും ആരോഗ്യം ഈ കൂലിപ്പണിക്കാരനുണ്ടാവും. മനസ്സിലായോ? അപ്പം അവർക്ക് പെയിൻ വരാമെങ്കിലും പിന്നെ ഈ അല്ലാതെയുള്ള മസിൽ ഒക്കെ ബലം ഉണ്ടായതുകൊണ്ട് ചിലപ്പം വലിയ കുഴപ്പമില്ലാതെ പോയെന്നിരിക്കും. പക്ഷെ അതേസമയം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ കണ്ണിന് തിരിപ്പ് നടുവേനൊക്കെ കാരണമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു 1.5 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ പാടില്ല. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് എണീറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ഇളകി ഒന്ന് കുനിയൊക്കെ ചെയ്ത് അപ്പം ബോഡിക്കൊരു ചേഞ്ച് വരും. പിന്നെ ഇപ്പം ഈ പണ്ട് കാലത്തല്ല, കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ഭയങ്കരമായിട്ട് ഇതായ സമയത്ത് നമ്മൾ പലപ്പോഴും IT കാർഡൊക്കെ പ്രത്യേകിച്ചും, കാരണം മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അന്നേരം അന്ന് ഈ പറഞ്ഞ പോലെ ഈ എണീറ്റ് നിന്നിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈറ്റ് കിട്ടാവുന്ന മേശ, അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് പൊങ്ങി ഇരുന്നിട്ട് അതിൽ സ്റ്റൂളപ്പ് എന്നും ടൈപ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ബേസിക്കലി ആ ഒരു പോസ്റ്റർ കണ്ടിന്യൂസ് ഇരിക്കുന്നത് നല്ലതല്ല. ഇരിപ്പാണെങ്കിൽ അത്ര നല്ലതല്ല, നിൽപ്പാണെങ്കിൽ നല്ലതല്ല. നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു ഇളകിക്കൊണ്ടിരിക്കും, നമ്മൾ ആക്ടിവിറ്റി വേണം. അതുകൊണ്ട് കണ്ടിന്യൂസ് ഇരിക്കുന്നവരൊക്കെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഈ മാനുവൽ ലേബർ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇവർക്കാണ് കൂടുതൽ ആവശ്യം വരിക. കാരണം അത് പൊതുവെ കേട്ട് വരുന്നത് അത് അങ്ങനെയാണ്. ഇഷ്ടംപോലെ പേരുണ്ട്. നമ്മള് ഈ ഇപ്പം IT ജോലി ആകുമ്പോൾ പലപ്പോഴും ഈ 8 മണിക്കൂർ 10 മണിക്കൂർ കണക്കൊന്നും ഉണ്ടാവില്ല, ഇപ്പം 12 മണിക്കൂറൊക്കെ പോകും. അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഫുഡ് കറക്റ്റായിട്ട് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഫുഡിൻ്റെ കാര്യങ്ങളും എക്സസൈസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിപ്പോയില്ലെങ്കിൽ കൂടുതൽ പ്രശ്നം വരാൻ പറ്റുന്ന ആൾക്കാരാണ് അവർ. ഇപ്പം അധികം ആൾക്കാരും പറയുന്നത് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയും ഉണ്ട് വലിയ രോഗങ്ങൾ വരാമെന്നുള്ളതാണ്, വേദന കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? വേണമെങ്കിൽ പുതിയ കാലത്തിൻ്റെ അസുഖം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ഒക്കെ അവരുടെ കാലത്ത് അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുമായിരുന്നു. പിന്നെ ഫുഡാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇത്രയും വെറൈറ്റി ഉണ്ടാവില്ലെങ്കിലും മിക്കവാറും ഹെൽത്തി ആയിരിക്കും. പിന്നെ അത്യാവശ്യം വെല്ലിങ് വർക്ക് ചെയ്യുന്നുണ്ട്, നടത്തം പോലത്തെ കാര്യങ്ങളുണ്ടായതുകൊണ്ടും നല്ലോണം വെയിലും കൊള്ളും. നമ്മൾ കൂടുതലും ഇപ്പം 5 മിനിറ്റ് വെയിൽ ഉണ്ടാക്കാൻ അയ്യോ ശരിയും വേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പം ഒന്ന് ഫുഡിൻ്റെ ഈ വൈറ്റമിൻ D ഉള്ള എൻ്റെ സോഴ്സസ് ആയ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. നാച്ചുറൽ വൈറ്റമിൻ D കിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം വെയിൽ കൊള്ളണം. അത് ഒരു 90% ആൾക്കൊക്കെ നടക്കുകയില്ല. ഇനി വെയിൽ കൊള്ളുകയാണെങ്കിൽ തന്നെ ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ മിക്കവാറും സൺസ്ക്രീനൊക്കെ തേക്കുന്നുണ്ട്. നമുക്ക് അൾട്രാവയലറ്റ് റേസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ D ഉണ്ടാവുള്ളൂ. നമ്മൾ അതെല്ലാം ബ്ലോക്ക് ആക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെ സൺസ്ക്രീനായിട്ട് വെയിൽ ഇട്ടിട്ടും കാര്യമില്ല. അപ്പം ഇങ്ങനെ പല ഫാക്ടേഴ്സ് വരും. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ചോദിച്ച പോലെ പിന്നെ അതിൽ സമുദായ പ്രശ്നങ്ങളുണ്ടോ? കാരണം എല്ലിൻ്റെയും മസിലിൻ്റെയും ഒക്കെ ഒരു ബലത്തിന് വളരെ പ്രധാനപ്പെട്ട റോള് വൈറ്റമിൻ D ഉണ്ട്. അത് കാൽഷ്യം ഒക്കെ നമ്മളെപ്പോഴും എല്ലും കാൽഷ്യം കൂടെ ബന്ധപ്പെട്ട് പറയുമല്ലോ. കാൽഷ്യം മര്യാദയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ലോണം ആവശ്യത്തിന് വൈറ്റമിൻ D വേണം. ഒബിയസ്ലി വൈറ്റമിൻ D ആവശ്യമുണ്ടെങ്കിൽ കാൽഷ്യം കുറവാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അനുപാതത്തിൽ ബോഡിയിൽ വേണം, ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. ഇപ്പം പലരും
ഇപ്പം നാട്ടിൽ ഇപ്പം ചില ആൾക്കാർ 50-60 വയസ്സായി കഴിഞ്ഞിട്ട് സ്ഥിരമായി കാൽസ്യം ഗുളിക കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ചിലപ്പം കാൽഷ്യത്തിന് കുറവുണ്ടാകത്തില്ല, ചിലപ്പോൾ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരിക്കാം ഇത് വരുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം തേയ്മാനത്ത് വരുന്ന നേരത്തെ ചോദിച്ചല്ലോ, ഇപ്പം നമ്മളിപ്പം ബോഡിയിൽ ഏതൊരു പോഷകത്തിന് കുറവുണ്ടെങ്കിലും അതിൻ്റെ ബലത്തെ ബാധിക്കും. ഇപ്പം നമ്മളിപ്പം ഈ പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ഈ പ്രോട്ടീനിൻ്റെ സാധനം കഴിക്കുന്ന പലപ്പോഴും കുറവാണ്. ഇപ്പം ഈ ഇറച്ചി, മീൻ, മുട്ട, പോലത്തെ സാധനങ്ങളൊക്കെ പലപ്പോഴും കുറവായിരിക്കും. അപ്പം അതൊക്കെ ഈവൻ പ്രോട്ടീന് കുറവുണ്ടെങ്കിൽ പോലും എല്ലിനെ ബാധിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്തരം സാധനങ്ങൾ ഒബ്വിയസ്ലി എന്തായാലും ശരിയാക്കണം. പക്ഷെ ചില എന്താ പറയുക, ഒരു 80 വയസ്സ് കഴിഞ്ഞ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊന്നും കഴിക്കില്ല. കഴിക്കുകയാണെങ്കിൽ കഞ്ഞി, ചിലപ്പോൾ അച്ചാറ്, ഒരു പപ്പടം, ഇതിലൂടെ പ്രോട്ടീനുള്ള ബലം ഉണ്ടാവും. അപ്പം പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ മുടി കൊഴിച്ചൽ, സ്കിന്നിൻ്റെ ഹെൽത്ത്, കണ്ണിൻ്റെ കാഴ്ച, പിന്നെ നമുക്ക് ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ വരാമെന്ന് പറയുന്നത്. പിന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് ആവശ്യമുണ്ട്, ബോഡിയിലെ പല അവയവങ്ങളുടെ ഫങ്ഷൻ ആവശ്യമുണ്ട്. അപ്പം ഒരു വൈറ്റമിൻ ഡിയുടെ കുറവെന്ന് വെച്ചാൽ എല്ല് സംബന്ധമായ പ്രശ്നമല്ല, പല രീതിയിൽ അത് ബാധിക്കും. ഉന്മേഷക്കുറവ്, മടിപ്പ്, സ്റ്റാമിന കുറവ്, പഠനത്തിലെ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ഉറക്ക കൂടുതൽ, എല്ലാം വരാം. സർ, ഈ വാദസംബന്ധമായ അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം? വാദസംബന്ധമായ അസുഖങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിൽ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഒരു പകുതി ഒക്കെ പേർക്കും അതുണ്ടെന്ന് അറിയില്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഇത് ഉണ്ടെന്ന് അറിയുന്നവർ തന്നെ പലപ്പോഴും ചികിത്സ മര്യാദ എടുക്കുകയില്ല. അപ്പം ഈ ഉള്ളൊരു മൊത്തം ആൾക്കാരിൽ ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഇത് മര്യാദ ചികിത്സ എടുത്തത് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കുന്നത്. ഒരു പകുതി പേർക്കും അറിയില്ല, ബാക്കി 30 പേരും ചികിത്സ എടുക്കുന്നില്ല. ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പലപ്പോഴും പറ്റുന്നത് ഒരു 30-40 വയസ്സുകളിലായിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അന്നേരം ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയാം തേയ്മാനത്തിൻ്റെയാണ്, തേയ്മാനം തുടങ്ങിയെന്ന് പറയും. നമ്മുടെ മനസ്സിലത് തറച്ചു. പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാ വേദനകളും അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തേയ്മാനത്തിൻ്റെ എന്ന് പറഞ്ഞങ്ങ് പോകും. പിന്നെ പെയിൻ കില്ലേഴ്സോ കഴിച്ച് ഇങ്ങനെ തട്ടിമുട്ടിയും പോകും. അതാണ് പറ്റുന്നത്. നമുക്കിപ്പോൾ പാരൻസിന് വാദസംബന്ധമായ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് മുന്നേ പ്രിക്കോഷൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പ്രിക്കോഷൻസ് ആയിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല പാരമ്പര്യം വരുന്ന ഒരു അസുഖമാണ് വാതക സമുദായ പ്രശ്നങ്ങൾ. ഏതാണ്ട് എല്ലാ ടൈപ്പ് വാതരോഗങ്ങൾക്കും പാരൻസിനുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ലേഡീസാണ്, കൂടുതലും ലേഡീസിനെ കാണുന്നത്. അപ്പോൾ ഇത് പാരൻസിന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫാദറിനോ മദറിനോ ചിലപ്പോൾ ഒരു 30-35 വയസ്സ് 40 വയസ്സിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ നമ്മളൊക്കെ പ്രായമാകുമ്പോൾ ചിലപ്പം അവർക്ക് 70 വയസ്സോ അല്ലെങ്കിൽ 60 വയസ്സായിട്ടുണ്ടാവും. എന്നാലും പിന്നെ പ്രായത്തിനെന്ന് വെച്ചാൽ അങ്ങനെ കുഴപ്പം പോകും. പക്ഷേ ഇങ്ങനെ സംഭവം ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാമെങ്കിൽ ഇപ്പം നമ്മുടെ മനസ്സിലെങ്കിലും ഒരുപക്ഷെ വാദത്തിൻ്റെ ആയിരിക്കാം എന്നൊരു തോന്നല് വരണം. അത് നോക്കി അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ എല്ലാത്തിനും ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ കേട്ടോ. പക്ഷേ വാദത്തിൻ്റെ പേരൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡോക്ടറോട് പറയുകയും ചെയ്യണം, ടെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി, ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാറ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താ ചെയ്യും? അല്ല, ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ABCD എന്നൊക്കെ പറയും. ആദ്യം എയർവേ, നമ്മുടെ ബ്രീത്തിങ്ങിന് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പം നമുക്ക് ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ശരിയാക്കണം. പിന്നെ നമ്മുടെ എവിടെയെങ്കിലും ബ്ലീഡിങ് വല്ല പ്രശ്നങ്ങൾ അങ്ങനത്തെ വല്ലതും ഉണ്ടോ, നമ്മുടെ ശ്വാസം ബ്രീത്തിങ് വരെ നടക്കുന്നുണ്ടോ, സെപ്പറേഷൻ ബ്രീത്ത് വരെ ഉണ്ടൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ നോർമൽ ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി മരിച്ചു പോകാനുള്ള സാധ്യതയില്ല. ബ്ലീഡിങ് ഇല്ല, ഒരു ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നെഞ്ചിനോ ഹാർട്ടിനൊന്നും വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിപ്പോകാൻ ചാൻസ് കുറവുണ്ട്. പക്ഷേ അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ പ്രശ്നമുള്ളതെന്ന് പരിശോധിക്കാം. അപ്പം കയ്യോ കാലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വല്ല പൊട്ടലോ പിന്നെ മുറിവുകളുണ്ടെങ്കിൽ, അത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക. ബ്ലീഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം നോക്കിയിട്ട് കുറച്ച് നോക്കി ചെയ്താൽ മതി, കുഴപ്പമില്ല. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. അതിന് വലിയ ടൈറ്റ് ഡ്രസ്സിങ്ങോ തുന്നോ ഒക്കെ പെട്ടെന്ന് ചെയ്യാം. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴുത്തും നടുവൊക്കെ. പലപ്പോഴും
ഈ നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പല ആക്സിഡൻറ്റും, വണ്ടി ആക്സിഡൻ്റ് ആയിക്കോട്ടെ, പലപ്പോഴും നട്ടലിൻ്റെ ഹെൽത്തിന് അത് ശ്രദ്ധിക്കാറില്ല ആരും. ഇപ്പം നമ്മളിപ്പം ഉദാഹരണം പറയാം, നമ്മളിപ്പം ഒരു ടെറസിൽ ഞാനോട് വീഴുന്നു, അത്ര 4 പാടും ഒരു 10 പേര് ഓടി വരുന്നു, എല്ലാവരും കൂടെ ഒരാളെ 2 പേര് കാല് പിടിക്കുന്നു, ഇനി എടുത്തോണ്ട് ഞാൻ തൂക്കി പിടിച്ചോണ്ടാ പോവാം, അവർക്ക് നട്ടലിന് ഇഞ്ചറി ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പം നമ്മൾ അങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോകുമ്പം ഈ നട്ടൽ ഇഞ്ചറി മോശമാവുക ചെയ്യുക. മനസ്സിലായോ? അപ്പം ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ഒരു നമ്മൾ നട്ടല് സസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മുകളിൽ നിന്ന് വീണു, കാല് കുത്തി വീണു, വേറെ നട്ടടിച്ചിട്ടുള്ളതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അതേസമയം നട്ടൽ ഇഞ്ചറി അല്ലെങ്കിൽ കഴുത്തിൽ ഇഞ്ചറി സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തൊടാൻ പാടില്ല. ആംബുലൻസ് വിളിക്കുക, സ്പൈനൽ ബോർഡുള്ള ആംബുലൻസുകാരെ വിളിച്ച് നട്ടലിന് കുഴപ്പം പറ്റാതെ സ്പൈനൽ ബോർഡ് വെച്ച് ആംബുലൻസ് കയറ്റി അവരെന്ന് വെച്ചാൽ കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞ് നട്ടല് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, സന്തോഷം, നല്ല കാര്യം. ഉണ്ടെങ്കിൽ അതിൻ്റെ നട്ടലിൻ്റെ അതിന് വേണ്ട ചികിത്സ കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പം നാട്ടിൽ നടക്കുന്നൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരു അപകടം പറ്റിയിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. എല്ലാവരും പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുപോകാൻ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആക്സിഡൻ്റ് ആണെങ്കിലും വീട്ടിൽ നിന്ന് വീണാണെങ്കിലും ഒക്കെ നമ്മൾ കഴുത്തിട്ടൊന്നും നോക്കാറില്ല. എവിടെ നിന്നൊക്കെ ആരെങ്കിലും പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചുകൊണ്ട് എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകും. അത് പലപ്പോഴും ഈ ഇത്ര അപകടങ്ങൾ കൂട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ കൈയും കാലും ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ അതെല്ലാം നോക്കി അതിൻ്റെ കൂടെ തന്നെ അതിന് അതേ പ്രാധാന്യത്തിൽ നമ്മൾ നട്ടലിൻ്റെ കാര്യങ്ങളും നോക്കും. നട്ടലും കഴുത്തും തലയും ഇത്രയും നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ വയറിലുള്ള ഉണ്ടെന്ന് വലിയ പ്രശ്നമുണ്ടോ നോക്കാം. പിന്നെ എന്തൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അറിയാതെ കൈയും കാലും വിരലുകളൊക്കെ അനക്കുന്നുണ്ടോ, സൗകര്യക്കുറവുണ്ടോ, അങ്ങനെയുള്ള നോക്കാം. അത് പിന്നെ അങ്ങനെ സൊസൈറ്റിക്ക് പോകണം. ജനറലായിട്ടുള്ള സംഭവം ഇതാണ്, നമ്മളൊരു കൂടുതൽ അപകടം ഉണ്ടാക്കാതിരിക്കുക, ലൈഫ് നിലനിർത്തുക. ഈ തിരക്കിനിടയിലും നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി തന്ന സാറിന് ഒരുപാട് നന്ദി.